ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഷോർട്ട് ബൈ ആമി. അമ്പലത്തിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ. എൻ്റെ കൃഷ്ണൻകോവിലോട്ട് ഞാനും മീനും ഉണ്ട്. വെയിൽ അതുകൊണ്ട് വീഡിയോ കിട്ടൂല. ഞങ്ങൾ ഇടവഴി കയറി പോകുന്നതാണ്. അയ്യോ, എൻ്റെ വീഡിയോ കാണുന്ന ആരോ ചിരിച്ചിട്ട് പോയി. അങ്ങനെ ഇനി പോയി ഫുഡൊക്കെ കഴിക്കണം. ഇതാണ് ഞാൻ പോണ വഴി. എൻ്റെ വീട് അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. മീൻ എന്ത് ഒളിച്ച് കിടക്കണം. മീൻ വീഡിയോയിൽ വരാൻ ഒളിച്ച് കിടക്കണം. മുന്നേയൊക്കെ വീഡിയോയിൽ വരാൻ എത്തി നോക്കണം മീൻ വരുന്നു. ഇപ്പം ഞാൻ കളിയാക്കി ഞങ്ങളെ സ്ഥലം എത്തി. ഞാൻ ഫോട്ടോ എടുക്കുന്ന സ്ഥലം എത്തി. ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇനി അങ്ങോട്ട് നടക്കാം. ഫോട്ടോ എടുക്കാൻ ഇരിക്കുന്ന സ്ഥലമാണ് ഇടവഴിയിൽ. അപ്പം ഇനി ഇവിടുത്തെ പായലെല്ലാം ദേഹത്തായെന്ന് തോന്നുന്നു. ഇനിയും കുറച്ച് ദൂരം കൂടെ എൻ്റെ ക്ഷേത്രത്തിലോട്ട് നടക്കണം. അങ്ങനെ ഞങ്ങൾ ഇടവഴിയിലൂടെ നടന്നു പോകുന്നു. ഞാൻ രാത്രിയൊക്കെ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ ഇതിലെയാണ് പോണത്. എനിക്ക് നടന്നു പോകാൻ പെട്ടെന്ന് എളുപ്പ വഴി ഇങ്ങനെ പോണതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നടന്നു പോണ്. അതാണ് എൻ്റെ പഞ്ചായത്ത് വാർഡ് മെമ്പറിൻ്റെ വീട്. കാണാൻ പറ്റുന്നില്ലേ? അപ്പുറത്ത് എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ചന്തുവിൻ്റെ വീട്. അങ്ങനെ എല്ലാവരും പരിചയമുള്ള വീടുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. പണ്ടെന്താ പറയുമല്ലോ, മറ്റേ വീടെവിടെ, ആരെയോ വീട്ടിൻ്റെ അടുത്ത് പശുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കൊമ്പുള്ള പശു. ഇത് തയ്യൽ ടീച്ചറിൻ്റെ വീടാണ്. ഇങ്ങനെ ഇടവഴിയിൽ ഇനി മെയിൻ റോഡിലോട്ട് കയറിയിട്ട് വീഡിയോ എടുക്കാം. അന്ന് വന്നപ്പോൾ വഴിയിൽ കണ്ടതാണ് ഗൈസ്. കണ്ടു പപ്പാളി. നല്ല രസമുണ്ട്. കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി. സാധനത്തിനെ കണ്ടിട്ട് ഞാനും മീനും കുറേ ഓടിയിട്ട് തിരിച്ച് നടക്കായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് അട്ടയാണെന്ന്. അയ്യോ, വാ വെച്ച് ഇത് ചത്ത് കിടക്കണത്. ജീവനുണ്ട്. ഇല്ല വാ കുഴപ്പമില്ല. മീനുനെ കണ്ടല്ലോ. വാ ഇല്ല, അത് ചത്ത് കിടക്കണം. ഉറുമ്പ് ഇങ്ങനെ. വാ കുട്ടി. പെണ്ണോടിയ ഓട്ടം. ബാക്കിൽ നിന്ന് ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. അയ്യോ, രണ്ടുപേര് ബാക്കിൽ നിന്ന് വന്നുണ്ട്. റോഡിൽ എത്തിയിട്ട് വീഡിയോ എടുക്കാം. എൻ്റെ അമ്മയും ഉണ്ണിക്കുട്ടനും ഇങ്ങനെ അവിടെ നിന്ന് നടന്നു വരികയാണ് ഗൈസ്. അങ്ങനെ ഞാൻ നടന്ന് റോഡിലോട്ടെത്തി. ഇത് കുമളി ക്ഷേത്രത്തിൽ പോണ മെയിൻ റോഡാണ്. ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്കൊക്കെ തന്നെ കൊടിതോരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിന് അടുത്തെത്താറായി. പിന്നെ ഇനി ഇതാണ് സദ്യ കൊടുക്കുന്ന സ്ഥലം. കുറച്ച് മാറി കൃഷ്ണൻകോവിൽ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ഊട്ടുപുരയാണ്. പിന്നെ ആൾക്കാർ അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം. ഒത്തിരി കളരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കൊടുക്കണേ 2-3 സെക്ഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ലാസ്റ്റോടെ ആ സമയമായി. ഞങ്ങൾ പോയപ്പോഴത്തേനും ഒരു കളരി ആൾക്കാരൊക്കെ എഴുന്നേൽക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി സീറ്റ് പിടിച്ച് ഇരുന്നു. പിന്നെ കഴിച്ചവരൊക്കെ ഇറങ്ങി. ഇതാണ് ഞങ്ങളെ അമ്പലത്തിൻ്റെ വക ഫുഡ് കൊടുക്കുന്ന സ്ഥലം. ഞങ്ങളെ കുമളി കൃഷ്ണൻകോവിൻ്റെ ഫുഡ് കൊടുക്കുന്ന സ്ഥലം. അപ്പം ഞങ്ങൾ അടുത്ത് കളരിക്കായിട്ട് ഇരുന്ന് അങ്ങനെ ഫുഡ് വരുവാണ്. ഫുഡ് ആദ്യമായിട്ട് ഇല കൊണ്ട് വയ്ക്കാൻ വേണ്ടി വരുന്നു. ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളെ കൃഷ്ണൻകോവിലിൽ ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. ഞാൻ ചെറുതായിരുന്നപ്പോഴത്തേനും ഇവിടെ കഞ്ഞിയും പുഴുക്കും ഒക്കെ കിട്ടണതായിരുന്നു. അപ്പോഴും ഞാൻ തൂക്കുപാത്രമൊക്കെ കൊണ്ടുപോകും. ഇതെൻ്റെ കൊച്ചു കൂട്ടുകാരനാണ്, വീട്ടിനടുത്തുള്ള കുട്ടിയാണ്. അപ്പോൾ വ്ളോഗാണല്ലേ എന്ന് ചോദിച്ച് കളിയാക്കിയതല്ല, സ്നേഹം കൊണ്ട് ചോദിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ വന്ന് കുറച്ച് ചോറ് വേണേന്ന് പറഞ്ഞപ്പോൾ കുറേ എടുത്തിങ്ങി തന്ന് ആ ചേട്ടായി. പിന്നെ ഒതുക്കി കുറച്ചൊക്കെ കഴിച്ച്. പിന്നെ പായസം വന്ന്, അടപ്പായസം, അതും കഴിച്ച്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പുളിശ്ശേരി. ഞാൻ പുളിശ്ശേരിയൊക്കെ മേടിച്ച് അവസാനം
ഫുഡ് കഴിച്ച് ഇറങ്ങാൻ സമയപ്പോൾ ഇത്ര ഇലയിൽ ബാക്കി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. പിന്നെ നേരെ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അമ്പലത്തിലോട്ട് പോയി. ഇതാണ് ഞങ്ങളെ കൃഷ്ണൻ കോവില്. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. ഇതാണ് എൻ്റെ കുമിളി കണ്ണൻ. അപ്പം അകത്തോട്ട് കയറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കുളിക്കാണ്ട് ആണ് പോയിരുന്നത്. അതുകൊണ്ട് അകത്തോട്ട് നടയിലോട്ട് കയറിയില്ല. പുറത്ത് പിന്നെ വേണമെങ്കിൽ കയറാം, പക്ഷെ ഞാൻ കയറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് എന്നെ നോക്കി അമ്മയും മീനും വെയിറ്റിങ്ങിലായിരുന്നു. ഞാൻ ഓടിപ്പിടിച്ചിട്ട് വന്നപ്പോഴത്തേനും അടുത്ത് അമ്മേൻ്റെ കൂട്ടുകാരീനെ കണ്ട് അവരോട്ട് സംസാരിക്കുകയായിരുന്നു. പിന്നെ ഞാനും വെയിറ്റിങ്ങിലായി. പിന്നെ അമ്മേനെ അങ്ങനെ നോക്കി അവിടെ നിന്ന് അമ്മ വരണതും കാത്ത്. ഈ ഞങ്ങളെ കൃഷ്ണൻ കോവിൽ ഉത്സവത്തിനാണ് എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റണത്. പിന്നെ ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ച് വയറ് വീർത്തോണ്ട് ഞാൻ കയറി വരാമെന്ന് വിചാരിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടിയിൽ ഉണ്ണിക്കുട്ടൻ ചാടി കയറി. അങ്ങനെ അവർ വണ്ടിയിൽ പോയി, ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. ഇങ്ങനെ നടന്നു വന്നു. പിന്നെ വിളയിൽ കൂടെ ഇടവഴിയിലൂടെ കയറി വരാൻ കഴിച്ചിട്ട് നടക്കാൻ വയ്യാതെ വരുവാണ്. അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ അല്ലല്ലോ, നല്ല ഇതായിരുന്നില്ലേ ഫുഡ് കഴിച്ചപ്പോൾ ശരിക്കും തളർന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല സദ്യ. ഇനി ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്ന് വരെ ഉണ്ട്, അതായത് സെപ്റ്റംബർ 4-ാം തീയതിൻ്റെ അന്ന് വരെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും എൻ്റെ ഇവിടുത്തെ കുമിളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വരണമെങ്കിൽ വരണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം. പിന്നെ രാവിലെ കാപ്പിയുണ്ട്, വൈകുന്നേരം കാപ്പിയുണ്ട്. അങ്ങനെയാണ്. അതുമല്ല, എൻ്റെ കുമിളി ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു എന്തോ പ്രത്യേകതയുള്ള കൃഷ്ണനാണ്. ഞാൻ ചെറുതിലേ മുതൽ വരണ എൻ്റെ അമ്പലം. അങ്ങനെ അപ്പം ഒരിക്കലെങ്കിലും എല്ലാവരും ഞങ്ങളെ കുമിളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വരണം. ശരിക്കും പ്രത്യേകതയുള്ള, പണ്ട് വെള്ളത്തിൽ ആയിരുന്നു ആ കൃഷ്ണൻ. അങ്ങനെയൊക്കെ എൻ്റെ അപ്പൂപ്പനൊക്കെ പറഞ്ഞു തന്നുള്ള അറിവാണ്. പിന്നെ വിളി കേൾക്കുന്ന കൃഷ്ണനാണ് സത്യം. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും എൻ്റെ കുമിളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വരെ ആഗ്രഹം ഉണ്ടെങ്കിൽ വരണേ. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ കുമിളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഇടുക്കിയിലാണോ എന്ന്. ഒരിക്കലുമല്ല, ഇത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ തിരുപുറം പഞ്ചായത്തിൽ പുത്തങ്കട എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. പഴയട കഴിഞ്ഞിട്ട് പുത്തങ്കട ജംഗ്ഷൻ. ആ ജംഗ്ഷൻ്റെ കുറച്ച് താഴെയാണ് കുമിളി എന്ന് പറയണത്. അത് ഈ പേര് വന്നത് മുന്നേ നവരോക്കരി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേരായിരുന്നത്. ഇപ്പം അങ്ങനെ പറയാൻ കാരണം ഈ കൃഷ്ണൻ്റെ വിഗ്രഹം ഇരുന്നതിനടുത്ത് കടലിൻ്റെ ഒരു കുമിള കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് കുമിളി എന്ന പേര് വന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കാഞ്ഞിരംകുളത്തെന്ന് പറഞ്ഞവർക്കാണെങ്കിൽ പുത്തങ്കട വന്നാൽ മതി. അല്ലാണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇങ്ങോട്ട് വരണവർക്കാണെങ്കിൽ പഴയകട ജംഗ്ഷനിൽ വന്നിട്ടാണ് വരേണ്ടത്. ഇല്ലെങ്കിൽ വരാൻ താല്പര്യമുള്ള, അതായത് സ്പെഷ്യൽ, ഗുരുവായൂരപ്പനെ മാതിരി സെയിം ആയിട്ടുള്ള കൃഷ്ണനാണ് ഞങ്ങളെ കുമിളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ കൃഷ്ണൻ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ എനിക്ക് DM ചെയ്യണം. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ കമൻ്റായിട്ടിട്ടാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ ഞങ്ങളെ കൃഷ്ണൻ കോവിൽ കൊണ്ടുവരും. ഇഷ്ടമാവും, നൈസാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ, ബാക്കി വിശേഷങ്ങൾ ഞാൻ എന്തായാലും ഇനി സെപ്റ്റംബർ 4 വരെ എൻ്റെ കൃഷ്ണൻ്റെ കൂടെ കാണും, അമ്പലത്തിൽ ഉണ്ടാവും. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരുപാട് പരിമിതികളുണ്ട് എൻ്റെ വീഡിയോസിനെന്നൊക്കെ എനിക്കറിയാം. ചിലപ്പം ഓക്കെ ആവുമായിരിക്കും. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.